ഇന്ന് ഡേ 1 ഓഫ് ചലഞ്ച് ആണ്. ഇന്ന് December 1 സൺഡേ ആണ്. സോ ഇന്ന് ജിം ഇല്ല ആൻഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്ന വാട്ടർ ഡയറ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. ഞാൻ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊരു 7:30 ഒക്കെ ആകുമ്പോൾ എണീറ്റു. ഇപ്പൊ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, പോവാൻ റെഡി ആവാം. ഇന്നാണ് എനിക്ക് പുറത്ത് പോകാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. രാവിലെ തന്നെ പുറത്ത് പോയിട്ട് വെയിലും കൊണ്ട് കരിയണ്ടേന്ന് ഓർത്തിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ എനിക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ചില ദിവസം പുറത്ത് പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, ഷോപ്പിങ്ങിനൊക്കെ പോകാൻ. പക്ഷെ ചില ദിവസം നല്ല മടിയായിരിക്കും. അന്ന് ഇങ്ങനെ ആടിപ്പാടി നടക്കും. സാധാരണ ഞാൻ പുറത്തൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തലേ ദിവസം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ പുറത്ത് പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒന്നും കാര്യങ്ങൾ സെറ്റായിട്ടില്ല. ഡ്രസ്സൊക്കെ ഇനി ഏത് തപ്പി കണ്ടുപിടിക്കണോ എന്തോ. എന്തായാലും ഇന്ന് പുറത്തു പോകാൻ തീരുമാനിച്ച്. എന്നാൽ പിന്നെ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇടാന്ന് ഓർത്തു. പക്ഷെ മേക്കപ്പ് ഇടുന്നതിന് മുന്നേ സ്കിൻ കെയർ സെറ്റ് ചെയ്യാതെ എനിക്ക് മേക്കപ്പ് ഇടാൻ ഭയങ്കര പേടിയാണ്. ഒരു സ്പൂണ് ഫ്ലാക്സ് സീഡിന്റെ പൊടി എടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. നട്ട്സ് ഒക്കെ പൊടിച്ചൊരു പൊടിയുടെ ഒരു 8:30 9:30 എന്നിട്ടും ഞാൻ റെഡി ആയില്ല. നമുക്ക് 10 മണിക്ക് പോട്ടതാ. ഈ രീതിയിൽ ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ച് കയറിയ ഞാനാ. പക്ഷെ ലിപ്സ്റ്റിക്ക് നല്ല ബ്രൈറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ അതങ്ങ് മടി കാരണം മായ്ക്കാൻ പോയില്ല. മേ ബി ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ് ആയിട്ട് മേ ബി സെറ്റായി പോയാൽ ഏത് ടോപ്പ് ഇടുന്ന ഒത്തിരി ആലോചിച്ചിരുന്നു പോയാൽ ഞാനിന്ന് പോലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടൊരു ബ്ലാക്ക് പാൻ ടോപ്പിൻ്റെ കൂടെ ഒരു ഡെനിമിൻ്റെ ലൈറ്റ് ബ്ലൂ കളർ ജാക്കറ്റ് വെച്ചിട്ട് വളരെ ബേസിക് ആയിട്ടൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഓർത്തു. അങ്ങനെ 10 മണിയുടെ ബസ്സിന് ഞാൻ 10 മണിക്ക് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഫുഡ് കഴിച്ചില്ല. 10:30 ബസ്സിന് പോകാന്നോർത്ത് ഫുഡ് കഴിക്കണം. ഫുഡ് ഞാൻ കഴിക്കണത് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഞാൻ കാണിച്ചു തരാം. കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ് ആണ്. അത് ഓട്സിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഫ്ലാക്സ് സീഡ് ചിയാ സീഡൊക്കെ ഇട്ടിട്ട് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നട്ട്സ് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. രാവിലെ ഇന്ന് ഇഡ്ഡലി സാമ്പാർ പുട്ട് കടല ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു. അതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് ആദ്യമൊക്കെ ഈ ഓവർനൈറ്റ് ഓട്സ് രാവിലെ തന്നെ സ്മൂത്തി ഒക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ എനിക്ക് മനസ്സിലായി നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ട്രൈ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 ദിവസങ്ങളൊക്കെ ഇങ്ങനത്തെ റെസിപ്പീസും കൂടെ ട്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാം ഒന്നും പെട്ടെന്ന് മടുക്കത്തില്ല. ഇത് രാവിലെ കഴിച്ചു പോയിട്ട് ഇത് വൈകുന്നേരം വരെ എൻ്റെ വയറ് ഫിൽഡ് ആയിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ നേരെ പോയത് തലശ്ശേരിയിലുള്ള ഡൗൺ ടൗൺ മോളിലേക്ക്. ഒന്നും നോക്കാണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി. ബിക്കോസ് അവിടെ മാക്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുമോ അറിയില്ല, മാക്സിൻ്റെ 18th ബർത്ത്ഡേയോട് സംബന്ധിച്ച് അവിടെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബൈ 2 get 1 ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നേരെ ജിംവേ സെക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ജിം ഒരു അഡിക്ഷൻ പോലെ ആയിട്ട് മാറുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സൈസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും വന്നത് കുറച്ച് നോർമൽ ആയിട്ടുള്ള ഒരു കുർത്തീസ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ആ സെക്ഷനിൽ അത്യാവശ്യം നല്ല കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ ആലോചിച്ച് ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ഓഫർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ആൻഡ് റൺ ആയിരിക്കും, കയറാനൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ ഡെനിം ജാക്കറ്റിലാണെങ്കിൽ എൻ്റെ കണ്ണ് അവിടെ ഉടക്കിയിരിക്കുമായിരുന്നു. പക്ഷെ അതിനൊടുക്കത്തെ റേറ്റ് ആയിപ്പോയി. എൻ്റെ കൂടെ വന്നവരാണെങ്കിൽ ഓടി നടന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഈ മിററൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതാണല്ലോ പ്രയോറിറ്റി. ഡ്രസ്സൊക്കെ നമുക്ക് വീണ്ടും എടുക്കാമെന്ന് ഓർത്തിട്ട് ആ മിറർ തന്നെ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയും ടെൻഷനൊക്കെയാണ്. ബിക്കോസ് എനിക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കാനുള്ള ഒരു സെൻസും ഇല്ല. എനിക്കൊരു നല്ല ഡ്രസ്സ് ഏതാ, എനിക്ക് മാച്ച് ആവുന്ന ഡ്രസ്സ് ഏതാന്നുള്ളൊരു സെൻസ് ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു. ഫൈനലി കുറച്ചധികം തന്നെ സമയം എടുത്ത് എല്ലാം ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഞാനൊരു 3-4 കുർത്തീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഈ ബാഗ് എൻ്റെ കണ്ണിലൊടുക്കിയ ഗൈസ്. സത്യം പറയാലോ, ഞാൻ ആ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ബാഗിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിത് വാങ്ങിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എടുത്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ നല്ല വഴക്ക് കിട്ടുമായിരുന്നു. മാത്രമല്ല വെള്ളയായതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാണല്ലോ ഓർത്തിട്ട് ഇതാ എനിക്ക് അവിടെ വെച്ചിട്ട് വരാനേ തോന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ബാഗ്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഓപ്പോസിറ്റുള്ള ബ്രാൻഡ് നിന്ന് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി നോക്കിയേ. സത്യമായിട്ട് അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആണെങ്കിൽ ഒരു
ചെറിയ കടയായതുകൊണ്ട് ഭയങ്കര ഡ്രസ്സസൊക്കെ സ്റ്റോക്ക് വന്നതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഈ തിക്കും തിരക്കിൽ എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും എനിക്ക് നോക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരു ലോഡ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണെങ്കിൽ ഒരു കുഞ്ഞു പയ്യൻ ഡൗൺ ഫ്ലോറിൽ കൂടെ കാർ ഓടിച്ച് നടക്കുമായിരുന്നു. കുഞ്ഞിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാറൊക്കെ ഓടിക്കണം. 3-4 മണിക്കൂർ അവിടെ നിന്നുള്ള ഷോപ്പിങ്ങിന് ശേഷം എല്ലാവർക്കും വേറെ ഒത്തിരി സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 ആൾക്കാർ 3 വഴിക്ക് പോയി. ഒന്നിച്ച് കിടന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്നും ഇന്ന് നടക്കില്ല എന്ന് ഓർത്തു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ബസ്സൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ 3-4 ബസ് മാറി കയറിയിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ എത്തിയേക്കണത്. സോ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് പോയതാണ്. 5:30ക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത്. രാവിലെ ഒരു ഓവർനൈറ്റ് ഓട്സ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ പോണ വഴിക്ക് കുറച്ച് വെള്ളം കുടിച്ചു. സോ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്ന വാട്ടർ ഡയറ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ തലശ്ശേരി പോണതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചു. സോ നൈറ്റ് വരെ വാട്ടർ ആയിരിക്കും. സോ നമ്മുടെ ഇന്ന് സൺഡേ ആണ്ട് ഇന്ന് വർക്കൗട്ട്സ് ഒന്നുമില്ല. സോ എൻ്റെ ഇന്നത്തെ ഈ ചലഞ്ച് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബിക്കോസ് ഇന്ന് നല്ല പോലെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നുകൊണ്ട് തന്നെ ഇന്നത്തെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇത്രയായപ്പോൾ ചെറുതായിട്ട് തലവേന, അതുകൊണ്ട് തന്നെ ഷുഗർലെസ് കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ നാളെ നമ്മുടെ കറക്റ്റ് ജിമ്മും വർക്കൗട്ടും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.